എനിക്ക് എത്രമാത്രം ഇങ്ങനെ അക്കാഡമിയിലെ ഈ ട്രെയിനിങ് എത്രമാത്രം സഹായം ചെയ്തിട്ടുണ്ട്? 100%. തീർച്ചയായും 100% തന്നെ പറയേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിൽ പോയി പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. സ്റ്റേറ്റിൻ്റെ സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നില്ലെങ്കിൽ മിക്കവാറും ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ സാധ്യത 10% താഴെ മാത്രമായിരുന്നു. കാരണം എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. എനിക്കത് പഠിക്കാനുള്ള ഞങ്ങൾ തന്നെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയായിരുന്നു പഠിക്കുന്നത്. ബാക്കി എല്ലാ സഹായവും അക്കാഡമിയുടെ മാത്രം. 100%. അക്കാഡമി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. എങ്ങനെയായിരുന്നു പഠിക്കുന്ന രീതി? എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ടൈമിങ്, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ആളാണോ? രാത്രിയിലെ പഠിക്കോ പകലിലെ പഠിക്കോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന ആളായിരുന്നു? സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്നതിൽ അതിലുപരി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. അതായത് എനിക്ക് എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പരീക്ഷ ഇന്ന മാസത്തിൽ ഇന്ന ദിവസമാണെങ്കിൽ ഓക്കെ, എനിക്ക് ഇത്ര ദിവസമുണ്ട് എൻ്റെ കയ്യിൽ, ഇത്രത്തോളം പോർഷൻസ് എനിക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും, എൻ്റെ ടൈം എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും അതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യാനും. അപ്പോൾ എൻ്റെ സ്റ്റഡി പാറ്റേൺ വളരെ പ്ലാൻഡ് ആണ്. അപ്പോൾ അതിൽ എനിക്കിപ്പം ഒരു ദിവസം 10 മണിക്കൂർ ഡിവോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഡിവോട്ട് ചെയ്യും. അതിൽ കുറവ് മതിയെങ്കിൽ അതിൽ കുറവ്. എൻ്റെ ഒരു പഠന ശൈലി അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടാണ് എപ്പോഴും പഠിക്കുക. അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് ഞാൻ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യണോ അത്രയും ചെയ്യാൻ ഞാൻ എപ്പോഴും തയ്യാറായിരുന്നു. അപ്പം പ്ലാനിങ് ആണ് എന്നെ ഈ പരീക്ഷയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പം അതാണ് എൻ്റെ ഒരു പഠനശൈലി. ആശ, സാധാരണ നമ്മളെപ്പോഴും സമൂഹത്തിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വീട്ടുകാർ പറയാം, മോളിങ്ങനെ സിവിൽ സർവീസിന് പഠിക്കുന്നു, ഓ അതിലൊന്നും കിട്ടത്തില്ലെന്നേ, അതൊന്നും നമ്മൾ അതിനു വേണ്ടിയൊന്നും ശ്രമിക്കേണ്ട, അങ്ങനെ പരാമർശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വീട്ടുകാർക്ക്. ഞാൻ ശരിക്കും എൻ്റെ PG പഠനം കഴിഞ്ഞ ഉടനെ എനിക്ക് ISRO അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്, വീട്ടുകാരും പറഞ്ഞു ജോയിൻ ചെയ്യാൻ, നാട്ടുകാർ ഒബ്വിയസ്ലി പറഞ്ഞു ജോയിൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ പഠനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നും ഈ ആഗ്രഹം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് പിന്നെ പരീക്ഷ എഴുതുന്നത് നിർത്താം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് നടക്കാത്തത് കൊണ്ട് ഞാൻ രാജിവെച്ചു. ആ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പും എൻ്റെ പാരൻസ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിലും അഹങ്കാരമാണെന്നുള്ള ലെവലിൽ വരെ അക്യൂസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പരീക്ഷയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് രാജിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി രാജിവെക്കാനുള്ള ധൈര്യം എന്തിനു കാണിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളെ പിന്നെ നിർത്തിക്കാൻ പാടില്ല, കെട്ടിച്ച് വിടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനും എൻ്റെ പാരൻസിന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അവർ ഒരുപാട്, കാരണം അവരുടെ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിജയത്തിൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സിമി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സോ അത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ആൻഡ് ഇനി നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഗ്രാജുവലി എങ്കിലും മാറുമായിരിക്കും. കാരണം വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ അസറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അറിവ് നേടാനുള്ള ഏതൊരു അവസരവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിപ്പോൾ ഈ പരീക്ഷയ്ക്കെന്നല്ല, ഏത് മേഖലയിലാണെങ്കിലും. രേണു പറഞ്ഞതുപോലെ കുടുംബജീവിതം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്കിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. രഘുവിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ് അല്ലേ? ഇതൊരു എന്താ പറയുക, വല്ലാത്തൊരു വിഷയമാണ്. ഒന്ന് ഏറ്റവും പ്രധാന ആവശ്യം മെമ്മറി നിൽക്കുക എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾ, നടന്ന വർഷം അല്ലേ? ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു മെമ്മറി പവർ കുട്ടിക്കാലത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണോ? മെമ്മറി ബേസിക്കലി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു സിനിമ ഓർക്കാൻ പ്രയാസമാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഹിസ്റ്ററി ഓർക്കാൻ പ്രയാസമാണോ എന്ന് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഓർമ്മ ഓട്ടോമാറ്റിക്കലി വരിക. ഒരു ഗ്രഹിച്ച് വായിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റഡി ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. നമ്മളൊക്കെ ചില കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുള്ള, ഓ ഈ ഹിസ്റ്ററി എടുത്ത് ആദ്യമൊന്നും ഈ അശോക ചക്രവർത്തി ഒന്ന് മാറ്റി വെച്ചൂടെ എന്ന് ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്.
ഒന്ന് അത് മാം. പിന്നെ സെക്കൻഡ് UPSC അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, പ്രിലിംസിനാണെങ്കിലും ഇപ്പം എൻ്റെ സബ്ജക്ട് ഓപ്ഷണൽ ഹിസ്റ്ററി ആണെങ്കിലും അങ്ങനെ റോട്ട് ഫാക്ട്സ് ആയിട്ട് ചോദിക്കാറേ ഇല്ല മാം. അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അശോക ഇപ്പം മാം പറഞ്ഞ പോലെ അശോക ഇത്തവണത്തെ ഒരു ക്വസ്റ്റ്യൻ, അശോക പീസ് എംബ്രേസ് ചെയ്തുകൊണ്ട് എംപയർ മിലിറ്ററിലി വീക്ക് ആയിരുന്നു, സേന ഇല്ലാത്തതുകൊണ്ടാണോ അവസാനം അശോകയോടെ എംപയർ ഒടുങ്ങിയത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു വർഷമോ അല്ലെങ്കിൽ അശോകയുടെ അച്ഛനാരായിരുന്നു മോളായിരുന്നു ആ ആൻസേഴ്സ് ഒന്നും അറിയെങ്കിൽ പോലും യു കനോട്ട് യൂസ് ഇറ്റ് ദർ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ ഫോമാറ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് അമ്മ ഇവിടെ ഉണ്ടല്ലേ, അമ്മയോടൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് മോന്റെ പഠിത്ത രീതി? ചെറുതിലെ വളരെ നന്നായിട്ട് പഠിക്കും. അവന്റെ പോർഷൻസ് സ്കൂളിലാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യും. ബേസിക്കലി മിടുക്കനാണ്. അമ്മയുടെ ആഗ്രഹം തന്നെ കുട്ടിക്കാലത്ത് സിവിൽ സർവീസ് തന്നെയായിരുന്നു? ഒരിക്കലും ഇല്ല. അവന് അത് ലേറ്റർ സ്റ്റേജിൽ വന്നതാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴാണ് ആദ്യം ഫൈനൽ ഇയറിലാണ് അവൻ പ്രിലിംസ് എഴുതാൻ പോയത്. അപ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു. അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി എക്സാം, ഞായറാഴ്ച അവൻ പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നു. ഇത് കിട്ടുമോ കിട്ടൂലേ, ഈ കുട്ടി ഡൈവേർട്ട് ആകുന്നല്ലോ എന്നൊക്കെ പേടിയായിരുന്നു. പക്ഷേ സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു. കമ്പ്യൂട്ടർ സയൻസ് SCTയിലാണ് പഠിച്ചത്. എന്നുമേ പഠിക്കോ? ഇല്ല, ഒരു സ്ട്രെയിൻ ചെയ്യയില്ല. പഠിക്കുന്നത് വളരെ ലൈറ്റായിട്ടാണ്. എപ്പോഴും വായിക്കും മാം, ഒരുപാട് ബുക്സ് വായിക്കും. SBTയിൽ അക്കൗണ്ട് ഉണ്ട്. എപ്പോഴും നോക്കിയാലും ബുക്സ് വാങ്ങിക്കുന്നതാണ് ജോലി. എപ്പോഴും പൈസയുടെയും ബുക്ക് വാങ്ങിക്കുകയും ബുക്ക് വരുത്തിക്കൊണ്ടേയിരിക്കും. ഫ്ലിപ്കാർട്ടിൽ കൂടെ ഒരുപാട് വായിക്കും. ആ ഒരു താല്പര്യമാണ് അവനെ ഇതുവരെ എത്തിച്ചത്. പിന്നെ അവന് നല്ല മെമ്മറി ദൈവം കൊടുത്തിട്ടുണ്ട്, ദൈവാനുഗ്രഹം. പൂവനേന്ദ്ര സർ, ഇപ്പം ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഓരോരുത്തരും പഠിക്കാൻ ഏകദേശം ഒരു 1.5 വർഷമാണ് ഇങ്ങനെ പോകുന്നത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും സെക്കൻഡ് ആൻഡ് തേർഡ്, വീണ്ടും ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ അല്ലേ? സാധാരണ പരീക്ഷകളൊന്നും അങ്ങനെയല്ല, ബാക്കി മിസ്സായ പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി എന്നാണ്. പക്ഷെ സിവിൽ സർവീസ് അങ്ങനെയല്ല അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രായം, വർഷം എല്ലാം വെറുതെ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇനി കിട്ടുമോ കിട്ടില്ല, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവാതെ, വിഷമങ്ങൾ ഉണ്ടാവാതെ? നിങ്ങൾക്ക് എങ്ങനെ അത്? നല്ലൊരു പ്രശ്നം. ഇപ്പൊ തന്നെ മാഡം കണ്ടില്ലേ, ഒരു 5 പേരും പറഞ്ഞ ആൻസേഴ്സ് കേട്ടായിരുന്നു. ഞങ്ങൾ 10 മണിക്കൂർ പഠിക്കും, ഞങ്ങൾക്കത് വളരെ ഇഷ്ടമായിരുന്നു ആ സബ്ജക്ട്. ഇപ്പൊ രഘു വളരെ എന്ത് വളരെയായിട്ട് പറഞ്ഞു, എനിക്ക് ഹിസ്റ്ററി എന്നൊരു സിനിമ കാണുമ്പോൾ എടുക്കുന്ന സബ്ജക്ട് നമുക്കൊരു പാഷൻ ആയിരിക്കണം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കും. അതാ പറയുന്നത്, സിവിൽ സർവീസിന് അപ്പുറം എടുക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് എത്ര മണിക്കൂർ പഠിച്ചാലും എനിക്ക് ബോറടിക്കില്ല. അപ്പോൾ ഇവർ അത്രത്തോളം അറിവിൻ്റെ ചക്രവാളങ്ങൾ തേടി പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. പരീക്ഷയ്ക്ക് അപ്പുറം അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. അപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റിനോടൊരു പാഷൻ. രണ്ടാമത് പറഞ്ഞില്ലേ, ഇവരൊക്കെ പറഞ്ഞായിരുന്നു ആത്മവിശ്വാസം. ഇത് കിട്ടും, ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ്, ആത്മവിശ്വാസം. അതുകൊണ്ടാണല്ലോ UPSC ഇപ്പോൾ 6 ചാൻസ് വരെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 6 പ്രാവശ്യം എഴുതാം. നേരത്തെ അങ്ങനെ. അപ്പോൾ അത്രത്തോളം ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർ അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കഠിനാധ്വാനം വളരെ വ്യക്തമായി പറഞ്ഞു, 10 മണിക്കൂർ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഈ സബ്ജക്റ്റിനോട് എനിക്കൊരു പാഷനും ഉണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണമായി അതിനോട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും പുറകോട്ട് വരില്ല. രേണു ഇടയ്ക്ക് പറഞ്ഞായിരുന്നു 2 പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ വന്നേന്. അങ്ങനെയൊന്നും വരില്ല. 2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ അറിയാം, വീണ്ടും ചെയ്യണമെന്ന് ചെയ്യാൻ തോന്നും. അത് ആ താല്പര്യം വന്നു തുടങ്ങും. ഞങ്ങൾ കൊടുക്കുന്നത് അത് തന്നെയാണ്. ഈ പഠനത്തിലൂടെ ഇത് മാത്രം നിങ്ങൾക്ക് സമൂഹത്തിന് ഒരുപാട്, രേണു ആദ്യം പറഞ്ഞല്ലോ എനിക്ക് 10, 20, 15 പേരെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയല്ല, ഒരു സമൂഹത്തിനെ തന്നെ ചികിത്സിക്കാൻ കിട്ടും. വലിയൊരു കാര്യമാണ്. നമുക്ക് ആ അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പോകുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മേഖലയാണ്. അവിടെ താല്പര്യമുള്ളവർക്കും ആവശ്യക്കാർക്കും എന്നെക്കൊണ്ട് ഒരുപാട് ഗുണം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ആ മേഖലയിട്ട് കടന്നു കയറാൻ ആർക്കാരും തോന്നും. അതൊരു ആവേശമാണ്, അത് ചെയ്യാൻ തോന്നും ഏതൊരു വ്യക്തി. പറഞ്ഞ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, സാറിന് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മുടെ അക്കാഡമിയിൽ ഓരോ തവണയും ഇന്റർവ്യൂവിന് പോയിട്ട് തിരിച്ചു വരികയാണ്, ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അവൻ അവസാനം ഇതുപോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അല്ല, ഇങ്ങനെ ഒരിക്കലും കിട്ടാതെ നിരാശ ബാധിച്ചു വന്ന സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അവര് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടത്തോടു കൂടി. അഞ്ജലി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അവളൊരു 3 തവണ പോയി ഇന്റർവ്യൂ. അവൾ മലയാളത്തിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 3 തവണയും മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ വരെ പോവാണ്, എന്നിട്ട് കിട്ടിയില്ല. പിന്നെ ഏജ് ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് അവൾക്ക് വേറെന്തോ ഒരു ജോലി കിട്ടി, അവൾ അങ്ങനെ പോയി. പക്ഷെ അവരെ എത്താൻ പറ്റും. പക്ഷേ ഈ ആദ്യം മുതലുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഏത് ടെസ്റ്റിനെയും അവർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. ജീവിതം അവർക്ക് എങ്ങനെയും കരുപിടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു ലക്ഷ്യബോധം വേണം. അവർ ജീവിതത്തെക്കുറിച്ചും, ഇത് നമ്മൾ ലോട്ടറി എടുക്കുന്നത് പോലെയോ മദ്യപിക്കുന്നത് പോലെയോ ഇതിൽ വീണ് കിടന്നാൽ പറ്റില്ല. യാഥാർത്ഥ്യത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം. അഡിക്ഷൻ ആയിട്ട് 6 വർഷം പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെയും ആൻസർ ഏതും അറ്റൻഡ് ചെയ്യാൻ അവർക്ക് തയ്യാറാ. 5 വർഷം 4 വർഷം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലും അറിവ് സമ്പാദിക്കുക. അപ്പൊ അത് എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്നതാ. ഏതൊരു ടെസ്റ്റും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് കളക്ടർ പറയുന്ന ഒന്ന് കേൾക്കാം. ഏതൊരു പരീക്ഷ പോലെ ഒരു പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ.
പക്ഷേ ഈ പരീക്ഷ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. പ്രിലിമിനറി, പിന്നെ മെയിൻ, പിന്നെ ഫൈനൽ വരുന്ന ഇൻ്റർവ്യൂ. ഇത്രയും നീണ്ടു നിൽക്കുന്ന പരീക്ഷയ്ക്ക് ഒരു പെർസിവറൻസ് വേണം, ഒരു വാശി വേണം. കാരണം ഈ ഒരു വർഷം ജീവിതത്തിൽ വേറെയും പലതും നടക്കും. അതിലൊന്നും നമ്മുടെ മനസ്സ് പതറാതെ അല്ലെങ്കിൽ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ വ്യതിചലിക്കാതെ ഉറച്ച് ഇതിൽ തന്നെ നിൽക്കാനുള്ളൊരു ശേഷിയാണ് വേണ്ടത്. ഈ പരീക്ഷ തന്നെ പഠിക്കാനുണ്ട്. അതായത് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പേ പരീക്ഷയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. കാരണം ഈ പരീക്ഷ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇതെങ്ങനെയാണ് ഇത്രയും പേപ്പറുകൾ, ഇത്രയും മാർക്കുകൾ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം, സിലബസ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം പരീക്ഷ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പരീക്ഷ പഠിക്കുക, അതിനുശേഷം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഒരു ആവറേജ് മലയാളിക്ക് സുഖമായിട്ട് സക്സീഡ് ചെയ്യാവുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ്. ഈ മേഖല നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. രേണു, പരീക്ഷയും ഇന്റർവ്യൂവും പരീക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ്. എങ്കിലും ഈ ഇന്റർവ്യൂവിൽ എന്താണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്? സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്റർവ്യൂവിനെ പറ്റി ഒരുപാട് മിത്തുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളെ ചോദിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ട്. കയറി വരുമ്പോൾ എത്ര പടികളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു, അങ്ങനെയൊക്കെ കുറെ പേടിച്ച് വിറച്ചായിരിക്കും കയറുന്നത് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ UPSC ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി മെയിൻസ് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഏകദേശം ഒരു ഉദ്യോഗാർത്ഥിയുടെ അറിവിൻ്റെ ഒരളവുകോൽ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പിന്നീട് അവർ നോക്കുന്നത് UPSC ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നത് തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. അവർ നോക്കുന്നത് യഥാർത്ഥത്തിൽ ആ പേഴ്സണാലിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി UPSCയുടെ മുറിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ സിവിൽ സർവീസ് പരിശീലനത്തിനിടയിൽ ഇയാൾ എന്തു പഠിച്ചു എന്നതല്ല, മറിച്ച് ഈ 25 വർഷം കൊണ്ട് ഇയാൾ ആരായി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം UPSC ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. അവിടെ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അമ്മൂമ്മയോ പറഞ്ഞു തന്ന ചില കഥകളിലൂടെ, അല്ലെങ്കിൽ നമ്മൾ വായിച്ച ചില ചിത്രകഥകളിലൂടെ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് ചോദിച്ച ഒരു ചോദ്യം, നമ്മുടെ മലയാളവും തമിഴും ഒരുപോലെ അവകാശപ്പെടുന്ന ഒരു കൃതി, അതായത് ചിലപ്പതികാരം, അതിനെപ്പറ്റി അതിൻ്റെ കഥ പറയാമോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഈ UPSC പരീക്ഷയ്ക്ക് വേണ്ടി ചിലപ്പതികാരത്തെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 1-ലോ 2-ലോ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥയാണ് എനിക്കറിയാവുന്നത്. പക്ഷേ അതെനിക്ക് ആ സമയത്ത് പ്രയോജനപ്പെട്ടു. അങ്ങനെ നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം നമ്മളെ ആരാക്കി മാറ്റി എന്നുള്ള അത് കാണിക്കാനുള്ള, ആ അറിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു വേദിയാണത്. പിന്നെ പലപ്പോഴും ചില ചോദ്യങ്ങൾ, ഈ കടന്നു വരുന്ന പടികളുടെ എണ്ണം പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം. അത് എനിക്ക് തോന്നുന്നു നമ്മളെ കുഴപ്പിക്കാൻ എന്നതിനപ്പുറം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തോട് എന്ത് ബന്ധമുണ്ട് എന്നുകൂടി മനസ്സിലാക്കാനാണെന്ന് തോന്നുന്നു. കുറേ അറിവുകൾ പുസ്തകങ്ങളിൽ നിന്ന് നേടുന്നതിനപ്പുറം നമ്മുടെ ഇടതും വലതും സംഭവിക്കുന്നത് എന്താണെന്ന് കണ്ണും കാതും തുറന്നു വെച്ച് കാണാനുള്ളൊരു മനസ്ഥിതി സിവിൽ സർവീസിലേക്ക് വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ആവശ്യമുണ്ട്. അതുകൂടി പരിശോധിക്കാനാണ് അവരൊരു പക്ഷേ ശ്രമിക്കുന്നത്. അതും അല്ല, ചിലപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ എനിക്കറിയില്ലെങ്കിൽ എനിക്കറിയില്ല സർ എന്ന് പറയാനുള്ള ആ ഒരു ജെന്യുവിൻനെസ് അതവർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പറയാം. അറിയാൻ വയ്യാത്ത ഒരു ചോദ്യം തെറ്റായിട്ട് അറിയില്ല എന്ന് പറയുന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒരിക്കലും അല്ല. അറിയാൻ വയ്യാത്ത ഒരു കാര്യം അറിയാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നല്ലത് അറിയില്ല എന്ന് നമ്മൾ പറയുന്നതാണ്. അറിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു ധൈര്യമായിട്ട് പറയാനുള്ള അത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. ഈ 3 പ്രാവശ്യവും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ ചോദിച്ചതൊക്കെ ഇന്റർവ്യൂല്? ഇല്ല, ഏകദേശം അവർക്ക് ഒരു നമ്മുടെ ബയോഡേറ്റ എന്നാണ് ചോദിക്കുന്നത്. ബയോഡേറ്റ ഓൾവേസ് റിമെയിൻ ദ സെയിം. അപ്പോൾ ഏകദേശം ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് IPS വേണ്ടത്, റോൾ മോഡൽ ആരാണ്, പിന്നെ ക്യാറ്റ് ടോപ്പർ ആണ്, IIM പോകാണ്ട് എന്തിനാണ് ഇതിലേക്ക് വരുന്നത്, എഞ്ചിനീയർ ആണ്, എഞ്ചിനീയറിംഗ് സ്കിൽസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, കോമൺ. പിന്നെ സോഷ്യോളജിയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എന്തുകൊണ്ട് സോഷ്യോളജി എടുത്തു, പിന്നെ സോഷ്യോളജി എങ്ങനെ സഹായിക്കും, സിവിൽ സർവീസിൽ എങ്ങനെ സോഷ്യോളജി സഹായിക്കും, ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഇത് തന്നെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ബയോഡേറ്റിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. രഘു, സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്താൻ താങ്കൾക്ക് കഴിയുമെന്നുള്ള ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ?
ഇന്റർവ്യൂവിൽ നിന്നും ഫേസ് ചെയ്തിട്ടില്ല മാം. പക്ഷേ ഇൻ ജനറൽ ഈ ഒരു എക്സാമിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു വലിയ ഫാക്ടറാണ് മാം. ഞാൻ TN ശേഷൻ സാറിൻ്റെ ഒരു കോട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ശരിക്കും ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത്. സാറ് പറഞ്ഞത് ഇന്ത്യയിൽ നേരെ ചെയ്യാനുള്ള ജോലി നേരെ ചെയ്യുന്ന ഒരാൾ തന്നെ, ഒരു സിവിൽ സർവൻറ്റ്, അയാളുടെ ഡ്യൂട്ടി മാത്രം ഫുൾഫിൽ ചെയ്യുന്ന ആൾ തന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കണക്കാക്കപ്പെടുക. സോ അങ്ങനെയെങ്കിലും ആവാൻ നോക്കൂ. നിങ്ങളുടെ ജോബ് ഓണസ്റ്റി ഇൻറ്റഗ്രിറ്റിയോടെ ചെയ്യുക എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ പതിച്ചിരിക്കുന്ന ഒരു എയിം. നമ്മുടെ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച അല്ലെങ്കിൽ മലയാളം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കുറച്ച് വലിയ കടമ്പയാണോ ഭാഷ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇൻ്റർവ്യൂവും ഇംഗ്ലീഷിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു UPSC നമ്മുടെ ഒരു ലാംഗ്വേജ് അളക്കുക എന്നുള്ളത് UPSCയുടെ ഉദ്ദേശമല്ല. അവർക്ക് വേണ്ടത് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ അവർക്ക് മനസ്സിലാവണം. അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഒപ്പം വരുന്ന പല ഉദ്യോഗാർത്ഥികളും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർ നമ്മുടെ അത്രയും പോലും ചിലപ്പോൾ ഇംഗ്ലീഷ് വ്യക്തമായി പറയാൻ അറിയാൻ വയ്യാത്തവരായിരിക്കും. പക്ഷേ അതൊന്നും അവിടെ ഒരു ക്രൈറ്റീരിയ അല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആവശ്യമെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ UPSC അതിനൊരു ട്രാൻസ്ലേറ്ററെ വെക്കും. അങ്ങനെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാണെന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ അങ്ങനെ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി UPSC കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ട കളക്ടർ എന്തോ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 1000 പേരിൽ 30-40 3-4% മാത്രമേ മലയാളികളുള്ളൂ. ഇനി അത് 10-20% മാറണം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളതും വിദ്യാഭ്യാസത്തിൽ പുരോഗതിയുള്ളതുമായ സംസ്ഥാനമാണ് കേരളം. മലയാളത്തിൽ പരീക്ഷ എഴുതി മലയാളത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് വിജയിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ 25% കുട്ടികൾ ആ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വരുന്നത്. അവരിൽ ഭൂരിഭാഗം ആളുകളും ഹിന്ദിയിൽ പരീക്ഷ എഴുതി ഹിന്ദിയിൽ ഇൻ്റർവ്യൂ നൽകിക്കൊണ്ടാണ് അവർ വിജയിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മലയാളം മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒരുപക്ഷെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തവർക്ക് മലയാളത്തിൽ എല്ലാ പരീക്ഷയും എഴുതി മലയാളത്തിൽ തന്നെ ഇൻ്റർവ്യൂ നൽകിക്കൊണ്ട് IAS നേടാം എന്ന് ഉള്ളൊരു വിശ്വാസം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മലയാളികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരമൊരു വലിയ വിജയം, ഒരു ടോപ്പ് 10 റാങ്കിനുള്ളിൽ മലയാളത്തിൽ തന്നെ ഇൻ്റർവ്യൂ നടത്തി മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിജയം കണ്ടുകൊണ്ട് മലയാളികൾ തീർച്ചയായും കൂടുതൽ ഈ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടും. മിനി ടീച്ചർ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഭാഷാ സ്കില്ലെടുക്കലല്ല അവരുടെ. എങ്കിലും എൻ്റെ ഒരു വളരെ ചെറിയൊരു സംശയം, ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു കളക്ടർ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളോട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഭാഷ, ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ പോട്ടെ, കുറേ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് വയ്ക്കാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇംഗ്ലീഷും ശരിക്ക് എല്ലാവർക്കും കേരളത്തിൽ തന്നെ, ഇപ്പോൾ കേരളത്തിൽ നിന്നും സെലക്ഷൻ കിട്ടിയതുകൊണ്ട് കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് ആവണമെന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഷ ഒരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഒഫീഷ്യൽസും മലയാളം സംസാരിക്കണം എന്നുള്ളതും മലയാളത്തിൽ ഫയലുകൾ മൂവ് ചെയ്യണമെന്നുള്ളതും ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് എന്ത് ഭംഗിയായിട്ടാണ് അവർ മലയാളം പറയുന്നത്. പല ഒഫീഷ്യൽസ് നമുക്കറിയാൻ പറ്റും. മനസ്സിലായില്ല? അതൊരു പ്രശ്നമല്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ അവർ പഠിക്കും, സ്വാഭാവികമായിട്ടും പഠിക്കും. ഇത്രയും പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവിടവുമായിട്ട് വഴങ്ങുകയാണല്ലോ. പിന്നെ ഇപ്പോൾ ഹരികിഷോർ പറഞ്ഞതുപോലെ നമ്മൾക്ക് മലയാളം എടുത്തിട്ട് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നത് വരെയുള്ള ധൈര്യം പോലും കുട്ടികൾക്കില്ല. കഴിഞ്ഞ തവണ ലിപിൻ എന്നോ എന്തോ പറഞ്ഞിട്ടൊരു കുട്ടി മാത്രം, കുട്ടിക്ക് കണ്ണ് കാണാൻ പാടില്ലാത്തൊരു കുട്ടിയായിരുന്നു. അവൻ മാത്രമാണ് മലയാളത്തിൽ പഠിച്ചിട്ട് മലയാളത്തിൽ പരീക്ഷ എഴുതി മെയിൻസ് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിപ്പോയത്. നമ്മുടെ കുട്ടികളിപ്പോൾ എനിക്കറിയാം, അക്കാഡമിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടീച്ചറെ, എനിക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് നല്ല വശമില്ല, എന്ത് ചെയ്യണം, മലയാളത്തിൽ എഴുതട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയാണ്. നമ്മളിപ്പോൾ എഴുതൂ എന്ന് 100% ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധമാവുമല്ലോ. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വേണം ഒരു കുറ്റബോധത്തോടു കൂടി പറയാൻ. ഒരുപക്ഷെ എനിക്ക് തന്നെ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റാത്തത് നമ്മുടെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കത് നേടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ കാലം പോകെ അതിനുള്ളൊരു സാധ്യത നമുക്ക് തെളിഞ്ഞുകൂടാന്നില്ല. അതൊരു അസാധ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോയിൽ കഴിഞ്ഞ പ്രാവശ്യം മലയാളം എഴുതുന്നത് പ്രിജോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തൃശ്ശൂരുള്ള, അവൻ ലോ മലയാളത്തിൽ എഴുതണം. മലയാളത്തിൽ ലോ എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റ് അത്രയ്ക്ക് മലയാളത്തിലൊന്നുമില്ല. പക്ഷേ അവൻ മലയാളത്തിൽ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നോട് സാർ ഞാൻ എങ്ങനെയാണ് സാറെന്ന് ഞാൻ പറഞ്ഞു, വാക്കുകൾ ലീഗൽ ടേംസ് ഒക്കെ നമുക്ക് മലയാളത്തിലില്ല.
ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഞാനും കുറച്ചൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് പറ്റിയില്ലെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് മലയാളത്തിൽ എത്താൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സാങ്കേതിക പദങ്ങൾ, ധാരാളം സാങ്കേതിക പദങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഈ സാങ്കേതിക പദങ്ങൾ എങ്ങനെ മലയാളത്തിലേക്ക് ആക്കണം എന്നുള്ളതാണ് കുട്ടികൾ. ഇപ്പോൾ ഓക്സിജൻ എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, ഓക്സിജൻ എന്ന് നമ്മൾ അവസാനം വരെ പറയുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ സ്കൂളിൽ ഇവരെല്ലാം പഠിച്ച്, പ്രകാശ സംശ്ലേഷണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ ഇവർക്ക് തന്നെ ചിരി വരും, ഈ പ്രകാശ സംശ്ലേഷണം എങ്ങനെ എഴുതണം. അപ്പോൾ ഈ വാക്ക് നമ്മൾ അറിയണമല്ലോ, ഈ അടിസ്ഥാന വാക്ക്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് പഠിച്ചൊരു കുട്ടി പ്രകാശ സംശ്ലേഷണം എന്ന വാക്കിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ ഓക്സിജൻ എന്നുള്ളത് പ്രാണവായു എന്നൊരു വാക്കിലേക്ക് എത്താൻ എടുക്കുന്ന അവൻ്റെ ഒരു കാലം, അതായത് എത്രമാത്രം ഉപയോഗിച്ചുകൂടാ എന്നുള്ളതിൽ പോലും നമുക്ക് സംശയമുണ്ട്. അതിനൊക്കെ ഒരു വ്യക്തത വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തപ്പെടുന്നത്. അത് ഞങ്ങൾക്കും അധ്യാപകർക്കും പേടിയാണ്. ഭാവികയെ സംബന്ധിച്ച് ഈ ഭാഷ ഒരു പ്രശ്നം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ആദ്യം ഞാൻ 2013 പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ആണ് ഒരു ചേഞ്ച് UPSC കൊണ്ടുവന്നത്. അതായത് ലാംഗ്വേജ്, ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ മലയാളം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, പക്ഷേ ബാക്കിയുള്ള വിഷയങ്ങൾ ജനറൽ സ്റ്റഡീസ് പേപ്പറൊക്കെ പല നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയിൽ എഴുതാറുണ്ട്. അപ്പോൾ പക്ഷെ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ പേപ്പറും ഹിന്ദിയിൽ തന്നെ എഴുതണം. അപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറും, ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറും എല്ലാം ഞാൻ മലയാളത്തിൽ തന്നെ എഴുതണം. അപ്പോൾ അത്രയും ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം മലയാളത്തിൽ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴാണ് ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ മലയാളം ഒരു പഠന വിഷയമല്ലായിരുന്നു, ഹിന്ദിയാണ് പഠിച്ചത്. ഞാനിപ്പം ക്വാളിഫയിങ് പേപ്പറുണ്ട്, ഒരു റീജിയണൽ ലാംഗ്വേജ് നമ്മൾ എഴുതണം, അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ എടുത്തതും ഹിന്ദിയാണ്. ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു സങ്കടമാണ്, മലയാളം പഠിക്കാമായിരുന്നു നന്നായിട്ട്, സോ ദാറ്റ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എനിക്കത് വളരെയധികം സഹായകരമായേനെ. പക്ഷേ സ്കൂളിൽ ഇങ്ങനെ വ്യാകരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാത്ത കാരണം അതെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയെ സംബന്ധിച്ച് എപ്പോഴും IAS IPS എന്നൊക്കെ പറയുന്നത് അല്ലാതെ സുന്ദരന്മാരും ഘനഗാംഭീര്യ ഡയലോഗൊക്കെ പറയുന്നവരും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെയൊക്കെ സങ്കല്പം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞു പഠിക്കണ്ടേ? അല്ല, ഈ പറഞ്ഞ അധികാരങ്ങളൊക്കെ ഉണ്ട്, അധികാരം എപ്പോ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒരുപാട് പരിമിതികളുണ്ട് എന്നും കൂടി അറിയാമല്ലോ അല്ലേ? എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നാണ് മനസ്സിലൊരു പ്ലാൻ? നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സിസ്റ്റത്തിൻ്റെതായ ചില ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടാവാം, പ്രത്യേകിച്ച് പബ്ലിക് സർവീസ്. തീർച്ചയായിട്ടും അതൊരു ഫിലിമിൽ നിന്ന് പലപ്പോഴും ഡിഫറെൻ്റ് ആണ്. നമ്മൾ IAS വന്നതുകൊണ്ട് നാളെ മുതൽ കേരളത്തിലെ IASൻ്റെ സംവിധാനം തന്നെ ഞാൻ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്നതിൽ വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സിസ്റ്റത്തിൻ്റെ ഭാഗമായി അതിനനുസരിച്ച് പലപ്പോഴും മോൾഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കറപ്ഷൻ എന്നല്ല. അപ്പോൾ നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. പക്ഷേ ഇത് ചെയ്യുന്നതോടൊപ്പം നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ എത്തിക്സും കൂടെ ഉണ്ട്. എല്ലാ രീതികളുമായി നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ സിസ്റ്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ നമ്മുടേതായ ചില എത്തിക്സ്, സത്യസന്ധത, അല്ലെങ്കിൽ ഒരു കറപ്റ്റഡ് ആവാതിരിക്കാനുള്ള നമ്മുടേതായ ഒരു എത്തിക്സ്, അത് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സഫീർ, പക്ഷേ രേണു പറഞ്ഞൊരു കാര്യം കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കാം. നമ്മുടെ ഇവിടെ പലപ്പോഴും ഇപ്പം നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾ ത്യാഗം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന എത്തിക്സ് പലയിടങ്ങളിലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ കണ്ട സുരേഷ് ഗോപിയുടെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇത്തരം കഥാപാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നൊരു പ്രചോദനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്. അതിനൊക്കെ വിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടിയും വരില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത്. സാർ പറയുന്നുണ്ട്, ഇഫ് യു സല്യൂട്ട് യുവർ ഡ്യൂട്ടി യു ഡോണ്ട് വാണ്ട് ടു സല്യൂട്ട് എനിബഡി എൽസ്. ഇഫ് യു പൊല്യൂട്ട് യുവർ ഡ്യൂട്ടി യു വിൽ ഹാവ് ടു സല്യൂട്ട് എവ്രി വൺ. അപ്പോൾ യു മസ്റ്റ് ബി ഹോണസ്റ്റ്, യു മസ്റ്റ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ്. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ വെള്ളമില്ലാത്തൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ രഘു എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അതേ ചെയ്യാൻ പറ്റും മാം. ഒരിക്കലും നമ്മുടെ ജോബ് റിമൂവ് ആവില്ല. എല്ലാവരും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിലാണ് ജോലിയിൽ കയറുന്നത്. ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ പോലും ആ വെള്ളമില്ലാത്ത സ്ഥലത്ത് നമുക്ക് ചെയ്യാനൊരു ജോലി കാണും, ആ ജോലി ചെയ്യും, അത്രയേ ഉള്ളൂ. അത്തരം ഒരു പ്രതിസന്ധിയിൽ
ഒരു പെൺകുട്ടിയായിട്ട് നിന്നുകൊണ്ട് എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുക? എനിക്ക് തോന്നുന്നത് ഏത് സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കണമെന്നാണ്. രഘു പറഞ്ഞതുപോലെ കൂടിപ്പോയാൽ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് കേരളത്തിൽ പറയുന്നത്. അട്ടപ്പാടി പിന്നെയും ബെറ്റർ ആട്ടോ കേരളത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും സിവിൽ സർവീസ് എക്സാം എഴുതിയത് തന്നെ. അത് അരുണാചൽ പ്രദേശ് ആവട്ടെ, നാഗാലാൻഡ് ആവട്ടെ, കാശ്മീർ ആവട്ടെ, കേരളം ആവട്ടെ, അതിലൊരു വ്യത്യാസമില്ല. നമ്മൾ എവിടെ ജോലി ചെയ്യാനും തയ്യാറാണ്. നമുക്ക് ലഭിക്കുന്ന ജോലി നമ്മൾ സത്യസന്ധമായി ചെയ്യാൻ, ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഞാനിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, IAS അല്ലെങ്കിൽ IPS കിട്ടിയാൽ റെസ്ട്രിക്ഷൻസ് ആണല്ലോ ഡോക്ടറെ എല്ലാം. ഡോക്ടറായിട്ടിരുന്നാൽ സ്വന്തമായി ഡിസിഷൻസ് എടുക്കാം, സ്വന്തം തീരുമാനങ്ങളാണ്, ഇതിലൊരുപാട് റെസ്ട്രിക്ഷൻസ് വരുമെന്ന്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ അത് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങിയത് തന്നെ. ഒരു ഡോക്ടറായിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചിലപ്പോൾ നമ്മുടെ ഒരു തീരുമാനത്തിലൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. ആശ, ഇപ്പൊ നമ്മളിപ്പോ പൊതുജനം ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ ഹിറ്റാവാനുള്ള ഏറ്റവും പ്രധാന കാരണം തന്നെ ഇങ്ങനെയൊക്കെ ഒരു കളക്ടർ ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കമ്മീഷണർ ആയാൽ കൊള്ളാം എന്നുള്ള ആളുകളുടെ സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ആവാൻ പറ്റില്ല. എന്തു തോന്നുന്നു? സിനിമയല്ല ജീവിതം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സിനിമയിൽ കാണിക്കുന്ന പോലെ അല്ല, ശരിക്കും ഒത്തിരി കൺസ്ട്രെയിൻസ് ഉണ്ട്, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഇവിടെ പറഞ്ഞതുപോലെ ഉണ്ട്. ആ ചട്ടക്കൂടിനകത്ത് അല്ലെങ്കിൽ ആ പ്രോട്ടോക്കോളിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ പോകുന്നത്. പൊതുജനത്തിന് അങ്ങനെ തോന്നുന്നതിന് ഒരു കാരണം ചിലപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള അപ്രീതിയാകാം. അത് ഒരു ബ്യൂറോക്രാറ്റ് വഴി മാറ്റുക അല്ല, ഒരു പുതിയ ലീഡർ വന്ന് ആ ഒരു സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ ഉണ്ടായി വരിക എന്നുള്ളതല്ലാതെ ഒരു പെട്ടെന്നുണ്ടായ ഒരു വിപ്ലവം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു കളക്ടർ വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്മീഷണർ വിചാരിച്ചത് കൊണ്ടോ സമൂഹത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് നമുക്ക് എടുത്തു തുടങ്ങാൻ പറ്റും. അതിന് നമ്മൾ പബ്ലിക്കായിട്ടുള്ള റിയാക്ഷൻ അല്ല, മറിച്ച് നമ്മൾ എടുക്കുന്ന പോളിസി ഡിസിഷനിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇന്നോവേറ്റീവ് ഐഡിയകൾ വഴിയോ ആളുകളിലേക്ക് ഈ പ്രയോജനങ്ങൾ എത്തിച്ച് ആ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് ഒരു സിവിൽ സർവന്റിന്റെ വിജയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ എല്ലാവരും കണ്ട് ആസ്വദിച്ച സിനിമയാണ്. അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല മാഡം. അത് നമുക്ക് തീർച്ചയായും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ സിനിമയിൽ കാണുന്ന പലരെയും റോൾ മോഡൽസ് ആക്കാറുണ്ട്. ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ, പക്ഷെ അത് ജീവിതമല്ല, പക്ഷെ റോൾ മോഡൽ ആ ചെയ്യുന്ന പ്രവൃത്തി പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് ബി ട്രൂ ടു യുവർ സെൽഫ്. ഞാൻ എന്നോട് ഇപ്പോൾ 11th റാങ്ക് കിട്ടിയ കുട്ടി പോലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബി ട്രൂ ടു യുവർ സെൽഫ്. നമ്മളോട് സത്യസന്ധരായാൽ മതി, സമൂഹത്തിൽ എല്ലാവരോടും ആവാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ സിനിമയ്ക്കൊക്കെ കുറച്ച് നമ്മളെ ഇതിൽ പ്രചോദനമാവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ടോട്ടലി അതാണെന്ന് വിചാരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം അവർ പഠിക്കുന്നതിനോട് മനസ്സിലാക്കുന്നുണ്ട്. അത് സിനിമയാണെന്നും ജീവിതത്തിൽ അതല്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞല്ലോ, സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതല്ല സിസ്റ്റം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സിസ്റ്റം. നല്ല മനസ്സുള്ള, ആത്മവിശ്വാസമുള്ള, നന്നായി സമൂഹത്തിന് പലതും ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് ആ സിസ്റ്റം മാറ്റിയെടുക്കാം, അതിൻ്റെ ഭാഗമാവാം, അതിലോട്ട് ആളുകളെ കൊണ്ടുവരാം, പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. അതിന് കെൽപ്പുള്ളവരാണ് ഈ കുട്ടികൾ. ഇനി ടീച്ചർ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്ഷനിലായിട്ട് എടുക്കുന്നത് മലയാളം, സോഷ്യോളജി അല്ലേ, ജിയോഗ്രഫി അല്ലേ? എന്താണ് ഇത് മൂന്നും അങ്ങനെ ഒരു പ്രധാന വിഷയമായിട്ട് എടുക്കാനുള്ളൊരു കാര്യം എന്താണ്? മലയാളം എടുക്കാൻ ഇവർ പറയുന്ന കാരണങ്ങൾ ഇപ്പോൾ രേണ തന്നെ പറഞ്ഞു, വിശ്രമവേളകൾ ആനന്ദകരമാക്കുക. മലയാളം ക്ലാസ് തന്നെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയിലെ മലയാളത്തിന് യാതൊരു വ്യാകരണവും പഠിക്കാനില്ല. വ്യാകരണമൊക്കെ വളരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മലയാളം അക്ഷരം നന്നായിട്ട് അറിയാം, വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ മലയാളം എടുത്തോളൂ എന്നാണ്. ഇപ്പോൾ തന്നെ രേണുവിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 317 മാർക്കാണ് ഓപ്ഷണലിന്. വേറെ ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റിനും അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. സോഷ്യോളജിയുടെ ടോപ്പ് മാർക്ക് കിട്ടിയ ആളാണ് ഈ ഇരിക്കുന്നത്. ടോപ്പ് അല്ല, വൺ ഓഫ് ദ ടോപ്പ്. അത് എനിക്ക് 258 ആണ്. 250 ആയിരുന്നു. 317ഉം 250ഉം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മലയാളം എടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം എന്ന് പറയുന്നത് അവർക്ക് മലയാള ഭാഷയോടുള്ള അമിതമായ രേണുവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അമിതമായിട്ട് താല്പര്യമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഹരികിഷോറിനെ സംബന്ധിച്ച് ഹരികിഷോറിന് മലയാളം ഇഷ്ടമായിരുന്നു, ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. മറ്റു ചില കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നത് കുറച്ച് സിലബസ് പഠിച്ചാൽ മതി.
അപ്പോൾ ആ സിലബസിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അങ്ങനെയാണ് കുട്ടികൾ ധാരാളമായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. നമുക്ക് സോഷ്യോളജിയോ ജോഗ്രഫിയോ പോലുള്ളൊരു വിഷയം എടുത്താൽ ബാക്കിയുള്ള ജനറൽ സ്റ്റഡീസ് പേപ്പറിനും കൂടി അത് പ്രയോജനപ്പെടും. പക്ഷേ മലയാളം പോലെ ഒരു ലിറ്ററേച്ചർ എടുത്താൽ ബാക്കി എല്ലാ പേപ്പറും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് സെപ്പറേറ്റ് ആയി പഠിക്കണം, ബാക്കിയെല്ലാം വേറെ പഠിക്കുകയും വേണം. ഇപ്പോഴത്തെ പൊതുവിലുള്ള ട്രെൻഡ് നോക്കിയാൽ മുൻപ് 2 ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇപ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് മതി. പൊതുവിൽ ജനറൽ സ്റ്റഡീസിന് വരുന്ന ഏതെങ്കിലും വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് കുട്ടികൾ പോകുന്നത്. കാരണം ഇവിടെ രേണു സൂചിപ്പിച്ച പോലെ 2 എഫക്റ്റാണ്. അത് ഓപ്ഷണലായിട്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ അതേ വിഷയം അവർക്ക് ജനറൽ സ്റ്റഡീസിനും പ്രയോജനപ്പെടും. ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ പെടുന്ന ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ പിന്നെ കുറച്ച് സോഷ്യോളജി, പിന്നെ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ് പൊതുവെ അവർക്ക് ജനറൽ സ്റ്റഡീസിന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുത്തക്കവണ്ണം ഏതെങ്കിലും വിഷയങ്ങളാണ് മിക്കവാറും കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ മലയാളം എടുക്കുന്നവർ ഇവിടെ സൂചിപ്പിച്ചതാണ്, മലയാളം അഡീഷണലായിട്ട് ഒരു പഠിക്കണം ഇതിനൊക്കെ പുറമേ ആയിട്ട്. അല്ലാതെ കമ്പൽസറി പേപ്പർ മാത്രമേ അല്ലാതെ അവർക്ക് ലാംഗ്വേജ് വരുന്നുള്ളൂ. 2 കമ്പൽസറി പേപ്പറുണ്ട്, ക്വാളിഫയിങ് പേപ്പേഴ്സുണ്ട്. അതിൽ ഒന്ന് റീജിയണൽ ലാംഗ്വേജും ഒന്ന് ഇംഗ്ലീഷുമാണ്. അതിൽ മിക്കവാറും കേരളത്തിലെ വിദ്യാർത്ഥികൾ എടുക്കുന്നത് മലയാളം തന്നെയാണ്. അതിന് പുറമേ ഒരു ഓപ്ഷണലായിട്ട് മലയാളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് പുറമേ ആയിട്ട് പഠിക്കണം. ഈ വർഷം മുതൽ എക്സാമിന്റെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? പ്രിലിമിനറിയുടെ മാറ്റം വന്നിട്ടുണ്ട്. മാർക്ക് കൂട്ടില്ല അല്ല, പ്രിലിമിനറി 2 പേപ്പർ, ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ ക്വാളിഫൈങ് പേപ്പർ മാത്രമാക്കി 33% മതി. കുട്ടികളെ വല്ലാതെ ബാധിക്കില്ല? ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതൊരു കാര്യം വിചാരിച്ചത് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് കുറച്ചുകൂടെ അത് അഡ്വാൻറ്റേജ് കൂടുതലായിരുന്നു. 2 പേപ്പറും കൂടെ അതിൽ പറഞ്ഞതുപോലെ മെന്റൽ എബിലിറ്റി അതൊക്കെ വരുന്നതായതില്ല, മറ്റു ബാക്കി സബ്ജക്റ്റൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പേപ്പർ ആകുമ്പോൾ ആർട്സ് സബ്ജക്റ്റുകാർക്ക് സെക്കൻഡ് പേപ്പർ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതിൽ മെന്റൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ അതൊക്കെ വരുന്നു, റീസണിങ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പറാണ്, 33% മാർക്ക് മതി. ഫസ്റ്റ് പേപ്പറിലാണ് ഇപ്പോൾ മാർക്ക് പ്രിലിംസ് കടക്കാൻ കഴിയുന്നത്. അത് ഈ വർഷം തൊട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് പൊതുവെ എഞ്ചിനീയറിംഗ് പഠിച്ചവർ കൂടുതൽ വരാറുണ്ടെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. എഞ്ചിനീയറിംഗുകാർക്കാണ് കൂടുതൽ അവസരം പ്രിലിംസ് കഴിയാൻ വേണ്ടി. കോച്ചിങ്ങിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? കോച്ചിങ് ഇല്ല, ഫസ്റ്റ് പേപ്പർ സെയിം തന്നെ കണ്ടു. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സിലബസ് വന്നിട്ടില്ല. പക്ഷേ കൂടുതൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഫസ്റ്റ് പേപ്പറിൽ. മറ്റേത് സെക്കൻഡ് പേപ്പറിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സെക്കൻഡ് പേപ്പർ ഒള്ളി ക്വാളിഫൈ ഈ വർഷം. സാർ അറ്റംപ്റ്റ് വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ട്? പ്രായം കടന്നു പോയത് കൊണ്ടാണ്? അല്ല, അത് അന്ന് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോച്ചിങ് സെന്റേഴ്സ് ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ മാത്രമേ എഴുതിയതാ. ഇതുപോലെ കോച്ചിങ് സെന്റേഴ്സ് ഇല്ല. വിഷമമുണ്ടോ? ഇല്ല, വിഷമമില്ല. അതുകൊണ്ട് ഇന്ന് ഒരുപാട് IAS, ഈ പറഞ്ഞ കോഴിക്കോട് കളക്ടറായ പ്രശാന്ത് എൻ്റെ ഏറ്റവും വെച്ച സ്റ്റുഡൻറ്റാ. എന്നെ ഞാൻ ലോയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഏറ്റവും കുറച്ച് ആൾക്കാർ ഓപ്ഷൻ എഴുതുന്നത് എൻ്റെ സബ്ജക്റ്റില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ വിജയം എൻ്റെ സബ്ജക്റ്റില്ല. 6 പേര് 7 പേരൊക്കെ ഒരു വർഷം എഴുതുക, അതിൽ 2-3 പേര് മിനിമം പാസ് ചെയ്ത് പോകാറുണ്ട്. 50% മിക്കവാറും റിസൾട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇനി എഴുതി കഴിഞ്ഞാൽ ഇവരൊക്കെ എത്താനുള്ളത് ലോയിലാണ്. ഞാൻ അവരോടൊക്കെ ക്ലാസ്സിൽ പറയും. എൻ്റെ ക്ലാസ്സിൽ അവർ ഭയങ്കര രസം. അവരോട് ചോദിച്ചറിയാം, ലോയുടെ ക്ലാസ് മിനി ടീച്ചർ പറഞ്ഞാൽ ഒരു പ്രത്യേക രീതി അവിടെ ലോയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലേ എല്ലാം ഞങ്ങളവിടെ പഠിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അവർക്ക് ജനറൽ സ്റ്റഡീസിനും മറ്റൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട് ആ ഒരു ഇതിൽ. ഈ പറയും പോലെ പഠിക്കുമ്പോഴും സെക്കൻഡ് പേപ്പർ ലോ ആണ്, ഒരുപാട് ലോ പഠിക്കാനുണ്ട്. അതുപോലെ 4th പേപ്പറിൽ ലോ വരുന്നുണ്ട്, 3rd പേപ്പറിൽ ജനറൽ സ്റ്റഡീസ് പേപ്പറിലൊക്കെ ലോ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ എൻജോയ് ചെയ്തവർ പഠിക്കുന്നുണ്ട്. കോളേജ് LLB കഴിഞ്ഞ് വരുന്നവരും പറയുന്നുണ്ട് ലോ എങ്ങനെയാണ് പഠിക്കുകയെന്ന്. LLB കഴിയാത്ത ഇവർ വളരെ എൻജോയ് ചെയ്ത ലോ പഠിക്കുക. ഇനി ഇവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നൊന്ന് ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. പറയൂ രേണു, എവിടെ പോസ്റ്റിംഗ് കിട്ടണം എന്നാണ് ആഗ്രഹം? കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഒരു റിസൾട്ടിന്റെ ഒരു സ്റ്റാറ്റസ് വെച്ച് ആദ്യ റാങ്കുകളിൽ ഒന്ന് വന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ചോയ്സ് അനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കിട്ടുള്ളൂ. കാര്യം 2-3 വേക്കൻസി ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ജനറൽ വേക്കൻസിയിൽ തന്നെ നമുക്ക് ജനറൽ വേക്കൻസി വേണം, അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് കേരളമാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കേരളത്തിലെവിടെ? എവിടെ കിട്ടിയാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം കേരളം വിട്ട് പുറത്തു പോകുന്നതിനേക്കാൾ ഇവിടെ നിൽക്കുന്ന ഓടിയെത്താവുന്ന അകലവേ ഉള്ളൂ ഈ കൊച്ചു കേരളത്തിന്. അതുകൊണ്ട് എവിടെ കിട്ടിയാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജില്ലയിൽ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ആർക്കായാലും ഉണ്ടാവും. എങ്കിലും നമ്മൾ ഇവിടെ വരുത്തേണ്ട ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരുപാട് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഏത് വിഷയത്തിനായിരിക്കും? ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയ്ക്കായിരിക്കും.
കാരണം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി പോലെയുള്ള മലയോര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് സാധാരണക്കാർ വെളുപ്പിന് 2 മണിക്കൊക്കെ ജീപ്പ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ വരുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളും നമുക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടെ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കേരളം ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടും ഇനിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു മേഖല ആരോഗ്യ മേഖല തന്നെയാണ്. എന്താണ് ഇവിടെ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആസ് എ കമ്മീഷണർ എന്താണ്? എൻ്റെ വാപ്പച്ചി എപ്പോഴും പറയായിരുന്നു, ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും സഹായമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാതെ വിടരുത്, തനിക്ക് പറ്റാവുന്നതെല്ലാം ചെയ്ത് കൊടുക്കണം. അത് കാശ് കൊണ്ടല്ല, നിങ്ങളുടെ ഒഫീഷ്യൽ പൊസിഷൻ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കി എന്തൊക്കെയോ പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. വേറെ ടിപ്പിക്കൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ കേരളത്തിലില്ല. അപ്പോൾ എന്താണോ വരുന്നത് അത് നമുക്ക് പുറത്തല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കാണുന്ന മാതിരി ഒന്നുമല്ല. അപ്പോൾ ദർ ആർ മെനി അതർ തിങ്സ് ടു ഡു. ലൈക്ക് ട്രാഫിക് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഋഷിരാജ് സിംഗ് ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. കൂടുതൽ മരണം സംഭവിക്കുന്നത് ടെററിസം ഒന്നുമല്ല, ട്രാഫിക്കിലാണ്, ആക്സിഡൻസ് ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യണം. അതുപോലെ വിമർശനങ്ങൾ തളർത്താറുണ്ടോ? ഇല്ല, എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവാറുള്ള ആളാണ്. പല രീതിയിലും അതൊക്കെ അതിജീവിക്കും. അത് അതിജീവിക്കും. അഹങ്കാരിയാണെന്ന് വല്ലവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട്. അത് ഞാൻ അഹങ്കാരിയായിട്ടല്ല, അല്ല മാഡം, മാം മാത്രമല്ല, എന്നെ 5ാം ക്ലാസ് തുടങ്ങി പഠിപ്പിച്ചേക്കുന്ന ടീച്ചേഴ്സ് അത് എനിക്കറിയില്ല അഹങ്കാരമാണോന്ന് അറിയില്ല. അത് ഞാനിങ്ങനെയാണ്, ഐ എം ട്രൂ ടു മൈസെൽഫ്. ഇപ്പൊ മാം നേരത്തെ പറഞ്ഞ മാതിരി ഐ എം ഓൾവേസ് ബിഹേവ് അത്രേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ. അതായത് ഞാൻ അങ്ങനെ മാറാനും ശ്രമിക്കാറില്ല. അപ്പൊ എല്ലാവരും ഓട്ടോമാറ്റിക്കലി മിസ്റ്റേക്കൺലി ബിലീവ് ദാറ്റ് അറഗന്റ് ആണ്. സഫീർ എൻ്റെ ക്ലാസ്സിൽ ആദ്യം ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് 2 ഓപ്ഷനുള്ള സമയം, സോഷ്യോളജിയും മലയാളവുമാണ് സഫീറിൻ്റെ ഓപ്ഷൻ. എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-45 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഏകദേശം ബാക്കിലാണ് ഇരിക്കുന്നത്. ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ കുടിയൊഴിക്കൽ പഠിപ്പിക്കുകയാണ് ഞാൻ വൈലോപ്പള്ളിയുടെ. ഞാനൊരു വരി ഇങ്ങനെ നമ്മളിങ്ങനെ തൊണ്ട കീറി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഉടനെ അവിടെ ഇരുന്നിട്ട് അതങ്ങനല്ല, ഇതാണ് വാക്ക്, അതങ്ങനല്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം രാജീവ് സാറിനും വനന്ദ സാറിനും ഒക്കെ അറിയാം, നമുക്കിങ്ങനെ വല്ലാതെ വരും. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ ഒരു പരിചയസമ്പന്നത കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വിശദീകരിക്കുന്നു, രണ്ടാമതും വിശദീകരിക്കുന്നു, മൂന്നാമതും വിശദീകരിക്കുന്നു, സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് സഫീറിനെ, എന്താണ് സഫീറിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് മാറ്റം. അപ്പോൾ ഒരു നല്ല അധ്യാപകന് തിരിച്ചറിയാവുന്ന അഹങ്കാരമാണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി ഒന്നുമില്ല, വെറുതെ പുള്ളി അങ്ങനെ ധരിച്ചിരിക്കുകയാണ്, അതിന്ന് മാറില്ല, ഞാൻ അവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മൾ വഴക്കിയെടുക്കുകയല്ലേ, അതാണല്ലോ നമ്മൾ അധ്യാപകർ ചെയ്യുന്നത്, മെരുക്കിയെടുക്കുകയാണ്. ഈ അക്കാഡമി അപ്പോഴും ഇങ്ങനെ തന്നെ നടത്തിക്കൊണ്ട് പോകും. ഞാൻ എൻ്റെ ഫാദറിന്റെ പേരിലാണ്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. പറയൂ രഘുവിന്, എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ആഗ്രഹം? എവിടെയാണ് താല്പര്യം? മാം, എനിക്ക് അലോക്കേറ്റഡ് ആവാൻ പോകുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ആയിരിക്കും. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് എന്ന് വിചാരിച്ചു. അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ആ സർവീസ് അല്ലേ IRS എന്ന് പറഞ്ഞു. സോ മാം, IRS എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടോ തന്നെ കോശാഹ മൂലോ ദണ്ഡഹ എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ട്രഷറിയാണ്. സോ ഗവൺമെന്റിന് എത്തിച്ചേരേണ്ട ടാക്സ് ശരിക്കും പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ ജോബ്. ആൻഡ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് കറപ്റ്റ് സർവീസ് ആണ് IRS. സോ അതിന്റെ ഒരു ഭയം ഓൾറെഡി എനിക്കുണ്ട്. എങ്ങനെയാ സിസ്റ്റത്തിൽ കയറി വിവാദപരമായ, അതെ അതെ അതെ, വളരെ റിസ്കി ഇനിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഇതുവരെ ബുദ്ധിമുട്ട് വെച്ചാൽ മാം ശരിക്കും ആളുകൾ അസാസിനേറ്റഡ് പോലും ആവുന്ന ഒരു സർവീസ് ആണ് IRS, കസ്റ്റംസിലും IT-ലും ഇൻകം ടാക്സിലൊക്കെ. സോ അതിന്റെ ഒരു ഭയം ഓൾറെഡി ഉണ്ട്. എന്നാൽ പോലും ഭഗവാൻ സഹായിച്ച് ഗവൺമെന്റിന് എത്തിച്ചേരേണ്ട റവന്യൂ ഗവൺമെന്റിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശ മാഡം, എനിക്കും ഈ പറഞ്ഞ പോലെ എവിടെയാണ് അലൊക്കേഷൻ എന്നുള്ളത് അറിയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കിട്ടുമായിരിക്കും, പക്ഷേ കേരളത്തിൽ കിട്ടണം എന്നാണ് ആഗ്രഹമെങ്കിലും കേരളത്തിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷനാണ്, ഇവിടുത്തെ ജനസംഖ്യയാണ്. അപ്പോൾ ആ ജനസംഖ്യയെ ഇന്ത്യയുടെ വികസനത്തിന് ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്താവോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് ആഗ്രഹം. ഭവിക, ഒരാൾ ആരോഗ്യം ഏറ്റെടുത്തു, ഒരാൾ വിദ്യാഭ്യാസം ഏറ്റെടുത്തു, എന്താണ് ഉദ്ദേശം? എൻ്റെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് വി കനോട്ട് ചൂസ് ആ നെയ്ബേഴ്സ്. അപ്പോൾ ഇന്ത്യ
സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ നെയ്ബർഹുഡും സ്ട്രോങ് ആയിരിക്കണം, നെയ്ബർഹുഡ് പീസ്ഫുൾ ആയിരിക്കണം, നെയ്ബറിങ് കൺട്രീസ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻ വളരെ സ്മൂത്തും വളരെ ട്രസ്റ്റ് വർത്തിയും ആയിരിക്കണം. അപ്പോൾ ആസ് എൻ IFS ഓഫീസർ ഐ ഹോപ്പ് ഈ നെയ്ബർഹുഡ് കുറേ കൂടി സേഫും സെക്യൂറും സ്മൂത്തും ട്രസ്റ്റ് വർത്തിയും ആക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. IFS ആണെങ്കിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായുള്ള റിലേഷൻസ് കഴിയുന്നത്ര രീതിയിൽ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. അതേസമയം IPS ആണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് സ്ത്രീകളുടെ സുരക്ഷയായിരിക്കും. IAS ആയിരുന്നു എൻ്റെ ഡ്രീം കരിയർ. ട്രൈ ചെയ്യുന്നുണ്ടോ? ഈ പരീക്ഷ മാം ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഇതെൻ്റെ സീരിയസ് ആയിട്ടുള്ള സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഇനിയും എഴുതുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മെയിൻസ് പ്രിലിമിനറി ക്വാളിഫൈ ചെയ്തിരുന്നു. മെയിൻസ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഒരുപാട് പേര് എന്നെ പിന്നോക്കം പിടിച്ചു. നിങ്ങളുടെ കയ്യിലൊരു നല്ല ഡിഗ്രി ഉണ്ട്, പിന്നെ എന്തിനാണ് MBBS ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ജോലി കിട്ടും, പിന്നെ എന്തിനാണ് ഈ സർവീസിലേക്ക് വരുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് തന്നെ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മെൻറ്റാലിറ്റി വെച്ച് എനിക്ക് IPS ആണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട ഈ ചെറുപ്പക്കാർ നമുക്ക് തരുന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായും നല്ലൊരു സമൂഹത്തെ, നല്ലൊരു ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഇവർക്ക് വളർത്താൻ സാധിക്കട്ടെ. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള നല്ല സർവീസ് നൽകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.